ആദ്യം തന്നെ തീരുമാനിക്കുക. യൂറോപ്പിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി നമുക്ക് കിട്ടി, ശമ്പളം കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വിവാഹം കഴിയും ചിലപ്പോൾ, അല്ലെങ്കിൽ ദമ്പതികളാവട്ടെ, ഒരിക്കലും നമ്മൾ ലോൺ എടുത്ത് വീട് മേടിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ യൂറോപ്പിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു നാളെ നേരിക്കും, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നാൽ നമ്മുടെ സാമ്പത്തികം എല്ലാം പോവും. ലോൺ എടുത്തിരിക്കുക അവിടെ. രണ്ടാമത് നമുക്ക് ഈ കിട്ടുന്ന വരുമാനത്തിൽ നല്ല ചെലവ് വരുന്നുണ്ട്, അതിനുശേഷം വേണം ലോൺ അടയ്ക്കാൻ. അപ്പം നമ്മൾ കുടുംബത്തിൽ ഒരസ്വസ്ഥതയായി, ഈ ലോൺ അടയ്ക്കാൻ പൈസ തികയില്ല ചിലപ്പോൾ. ഇങ്ങനെ ഒരുപാട് ആളുകൾ കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പോൾ. കാരണം അവരുടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ശക്തമായി, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറയുമല്ലോ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ പറയും. അവിടെ ബ്രോക്കർമാർ ഇഷ്ടംപോലെ ഈ മലയാളികളെ പിടിക്കാൻ നോക്കിയിരിക്കുക. അപ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കെണിയാണത്, നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരുപാട് ബ്ലോഗർമാർ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരല്ലേ. കാരണം UK പ്രശ്നം, കാനഡയിൽ പ്രശ്നം, എല്ലാ സ്ഥലത്തും ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇട്ടെറിഞ്ഞ് ഓടല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയുടെ അവസ്ഥ പഴയമാതിരിയല്ല, UK അവസ്ഥ പഴയമാതിരിയല്ല എന്നൊക്കെ നമ്മൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് ശരിക്കും നല്ല ജോലിയുള്ള ആളുകൾ മാത്രം അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാതെ ഇപ്പോൾ സ്റ്റുഡൻറ്റിനിപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അവരുടെ വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിലേക്ക് ആളുകളെ ക്ഷണിച്ച് അവർ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ജോലി ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കുക. ഈ പഠിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും നേരമാണ് ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ഈ ചിലവ് ചെയ്യാൻ പറ്റാതെ. കാരണം അവിടെ പോപ്പുലേഷൻ കുറവാണല്ലോ. അങ്ങനെയാണ് അവരുടെ ഒരു രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നല്ല ടാക്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടുന്ന് ആളുകളെല്ലാവരും കൂടി കൂടുതലവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു മെക്കാനിസം ഉണ്ട്, അതിന് തന്നെ മാറ്റം വന്നു തുടങ്ങി. ജോലി കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ സാധനങ്ങൾക്കൊക്കെ ധാരാളം വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കാശുകൊണ്ട് ചിലവ് ചെയ്യാൻ പറ്റണമല്ലോ. അതെല്ലാവരും ബാധിച്ചു. നല്ല ജോലി കിട്ടുന്ന ആളുകളെയും ബാധിച്ചു. മാസം 5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ആളുകൾക്ക് പോലും അവിടെ ചിലവ് കഴിഞ്ഞ് പിന്നെ ലോൺ അടച്ച് എല്ലാം കഴിയുമ്പോൾ ഒന്നുണ്ടാവും. ഒരുപാട് ടാക്സും അതുപോലെ ചിലവുകൾ കുറേ ഉണ്ട് അവിടെ, ബില്ലുകൾ. അതിന് വലിയ ഇവിടുത്തെ മാതിരിയല്ല. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ എന്താ ബുദ്ധിമുട്ട് അവിടെ. നമുക്കിവിടെ ഒരു അസുഖം വന്നു അപ്പോൾ തന്നെ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണണം, അപ്പോൾ തന്നെ നമുക്ക് കാണാം. ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോകാം. അവർ നമ്മളെ നോക്കിയിരിക്കുക. അവിടെ അങ്ങനെയല്ല. അവിടെ ആരെയും പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരു പനിയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണി ചിലപ്പോൾ 2 ആഴ്ച പിടിക്കും. ടെസ്റ്റുകൾക്ക് താമസം പിടിക്കും. അവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെ പെട്ടെന്നൊരു നല്ല ഡോക്ടറെ കാണാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതുപോലെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണാം. അവിടെ ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഡോക്ടറെ കണ്ട് അവിടുത്തെ സാധാരണ ഹോസ്പിറ്റലിലെ ചിലവുകൾ ഭീകരമാണ്. ഇപ്പം തന്നെ വിദേശത്തു നിന്നൊക്കെ ആളുകൾ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വരാണ്. ഇപ്പം ഒരു പല്ലെടുക്കണേന് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, 1 ലക്ഷം രൂപ ആയിട്ട് വരുന്നു അവിടെ. ഇവിടെ നമുക്ക് 1 ലക്ഷം രൂപ പല്ലിനല്ല, ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ ഒരു ആൾ പറഞ്ഞു അവിടെ അങ്ങോട്ട് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമെന്ന് പറയണം. ഇവിടെ നമുക്ക് വരുന്നത് 20,000 രൂപയാണ്. അപ്പോൾ ഇതുപോലുള്ള മാറ്റങ്ങൾ മൊത്തമുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ട് വേണം ഇനി പോയ ആൾക്കാർ കുറേ പേര് പെട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി പോകുന്ന ആളുകൾ ശരിക്കും അതിനെപ്പറ്റി പഠിച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് പോകാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ഥലവും ഇതൊക്കെ വിറ്റിട്ട് അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് വീട് മേടിക്കുന്ന ആളുകൾ വരെയുണ്ട്. അവർക്കൊക്കെ അവിടെ ഇപ്പം നാളെ യൂറോപ്പിൽ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഇല്ലാതെ ആവുമല്ലേ. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരം അത് ചെയ്യണത്. നമ്മുടെ നാട് ഏറ്റവും നല്ല നാട് തന്നെയാണ്. പക്ഷേ നമ്മുടെ മനോഭാവം മാറ്റണം. അവിടെ അവിടെ യൂറോപ്പിൽ പോയി താമസിക്കുന്ന ആളുകളുടെ മനോഭാവം മാറ്റണം. നമ്മുടെ കിട്ടുന്ന കാശ് ഒരുപാട് ചിലവ് ചെയ്യരുത്. ഭാര്യ നേഴ്സ്, ഭർത്താവ് വെള്ളം അടിച്ചിറക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഭാര്യയായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടും അവരെ. ഞാനല്ലേ പണിയെടുക്കണത്, നിങ്ങളവിടെ നിന്ന് അപ്പോൾ അതൊന്ന് ഇടപെടാൻ പോലും അവിടെ ആളില്ല.
ഇവിടെ ഭാര്യയും ഭർത്താവും വഴക്കിട്ട ഇടപെടാൻ ആളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. അവിടെ അയൽക്കാർ പോലീസിനെ വിളിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടു. ഇങ്ങനെയുണ്ട് യൂറോപ്പിൽ. അതുപോലെ മക്കളുടെ കാര്യം, മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് അവരുടെ രീതി അനുസരിച്ചുണ്ടെങ്കിൽ മക്കളും പാരൻറ്റും തമ്മിൽ കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വയസ്സാകുമ്പോൾ നോക്കുന്നത് ഈ ഓൾഡ് ഹോമുകളാണ്. അവിടെ കിടന്ന് അവർ മരിക്കുന്നു. നമ്മളങ്ങനെയല്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ മക്കളൊക്കെ വലുതായി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വൃദ്ധസദനത്തിലേക്ക്, ഗവൺമെൻറ്റിൻ്റെ വൃദ്ധസദനത്തിലേക്ക് അവർ മാറുന്നു. അവിടെ വല്ലപ്പോഴും മക്കൾ വന്ന് കണ്ടാലായി, അല്ലെങ്കിൽ അവർ ഒന്നും അല്ലാതെ അവിടെ കിടന്ന് മരണപ്പെടും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാടിൻ്റെ മഹിമ മനസ്സിലാക്കാതെ നമ്മളെ സാമ്പത്തികത്തിന് വേണ്ടി നമ്മൾ ഓടുന്നു. കാര്യം ശരിയാണ്, പഠിച്ച് കഴിയുമ്പോൾ ജോലിയിൽ, അതുകൊണ്ട് നമുക്ക് യൂറോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടുന്നത്. അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല മഞ്ഞ്, നല്ല തെരുവുകൾ, എല്ലാം രസമാണ്. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് മാറും, പിന്നെ ആ വേറെ കാലാവസ്ഥയായി. എല്ലാവർക്കും പിന്നെ നമുക്ക് ആരോഗ്യം നോക്കണം. നല്ല ആരോഗ്യം ഇല്ലാത്ത ആളുകളൊക്കെ അവിടെ പോരുത്. തണുപ്പത്തൊക്കെ വലിയ പ്രശ്നം. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കാനഡയിൽ ജോലിക്ക് വേണ്ടി ഡ്രൈവറായിട്ട് പോയതാണ്. അവനീ പറഞ്ഞാൽ ഹെൽത്തി അല്ല ആളത്രയും, എന്നിട്ടും ഇവിടെ നിന്ന് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ പോയി നിന്ന് അവിടെ കിടന്ന് മരിച്ചു. അപ്പം ഒന്ന് ആലോചിച്ചൊക്കെ നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ഓടരുത്. നമ്മുടെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും ഉന്നതമായ നാടാണ്. എല്ലാം നല്ല കാലാവസ്ഥ, നല്ല പ്രകൃതിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ ഇട്ടറിഞ്ഞ് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഓടാണ്. ഇവിടെയും ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ മനോഭാവം മാറ്റണം. ഇവിടെ ഇച്ചിരി വൃത്തിയുള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഇച്ചിരി വൃത്തിയുണ്ട്, നല്ല തെരുവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ മാറും. ഇന്ത്യ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. അതിനുവേണ്ടി നമ്മളിവിടെ പഠിച്ച് ഇവിടെ എന്തിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ പൈസ മാത്രം ഉന്നതമായിട്ടുണ്ടായിട്ടെന്താ കാര്യം? സംതൃപ്തിയല്ല ഏറ്റവും വലുത്. നമ്മളിവിടെ ലോൺ, അവിടെ ഈ ലോൺ തന്നെയാണ് ഏറ്റവും വലിയ പക്ഷേ ഉള്ള കാര്യം കൊണ്ട് നമ്മൾ സംതൃപ്തിയോട് ജീവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നല്ല ജോലിയായിരിക്കണം, ലോൺ അടഞ്ഞ് നല്ല രീതിയിൽ പോണ ജോലി, അല്ലെങ്കിൽ ലോൺ എടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ച് ജീവിച്ച ഇപ്പം എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ തോന്നലുകളാണ്. ചെറിയ വീടാണെങ്കിലും അത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷം, നല്ല സമാധാനം എല്ലാം. ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ടൂറിസം ഹബ്ബായിട്ട് മാറും. കേരളത്തിനാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും തൊഴിലുണ്ടാവും. അതുപോലെ നല്ല കമ്പനികൾ, പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത കമ്പനികൾ, IT കമ്പനികൾ, അതുപോലെയുള്ള മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇതുപോലെയൊക്കെയുള്ള കമ്പനികൾ ഇങ്ങോട്ട് വന്ന് തുണി ഉൽപ്പാദനം, ഇതുപോലെ ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത നല്ല നല്ല കമ്പനികൾ ഇവിടെ വിഭാവനം ചെയ്യണം. അപ്പം നമ്മുടെ ആയുർവേദം ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ. ഇതൊന്നും ചെയ്യാതെ നമ്മളെല്ലാവരും ഈ പറഞ്ഞാൽ ഓടി അവിടെ കെണികളിൽ വീഴരുത്. പണ്ട് അമേരിക്കയിൽ പോയ ആളുകൾ, UK പോയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആ സിറ്റുവേഷനൊക്കെ ഇന്ന് മാറി. പണ്ട് ഗൾഫിൽ പോയിട്ടിരുന്ന ആൾക്കാർ, ഗൾഫിൽ ഇപ്പോഴും ഒരു നിശ്ചിത ശമ്പളമുണ്ട്. ആ ശമ്പളം കൊണ്ടുവന്ന് നമ്മളിവിടെ വീട് വാങ്ങി, ഇവിടെ ഗൾഫാണല്ലോ നമ്മുടെ രാജ്യത്ത് ഉയർത്തി. കാരണം ഗൾഫിൽ കിട്ടുന്ന പൈസ നമ്മളിങ്ങോട്ട് അയക്കുന്നു, ഇവിടെ വീടുകൾ പണിയുന്നു. അപ്പോൾ എല്ലാവർക്കും തൊഴിലായി, സാധനങ്ങൾ മേടിക്കുന്നു, തുണികൾ മേടിക്കുന്നു, ഫുഡുകൾ മേടിക്കുന്നു, എല്ലാത്തിനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്ഥലങ്ങൾ മേടിക്കുന്നു. ആ പൈസയാണ് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ രാജ്യം വലുതായത്. ഇപ്പം ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് ഇതെല്ലാം പ്രോപ്പർട്ടി വിറ്റ് അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടുത്തെ മക്കളൊക്കെ യൂറോപ്പിലും അവരുടെ മാതാപിതാക്കളൊക്കെ ഇവിടെയും ഉണ്ടാവും. അവരെ നോക്കാൻ ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. കാരണം ഹിന്ദിക്കാരുള്ളപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മിക്ക തൊഴിലുകളിലും ഇപ്പോൾ ഹിന്ദിക്കാരാണ്. അവരില്ലെങ്കിൽ അവരിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം സ്തംഭിച്ചു പോകും. ഒരു സ്ഥലത്ത് സാധാരണ വർക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം നമ്മുടെ നാട്ടിലുണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് കുറച്ച് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ആർക്കറിയാം, കുറച്ച് നാളെയുമ്പം യൂറോപ്പിൽ വല്ല യുദ്ധമൊക്കെ പുറപ്പെട്ട്, ഇപ്പോൾ ഉക്രൈനിൽ കണ്ടില്ലേ യുദ്ധം പുറപ്പെട്ട്, അവിടെ മെഡിസിനൊക്കെ പോയ കുറേ പിള്ളേരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവർ പിന്നെ വേറെ സ്ഥലത്ത് പോയി പഠിക്കേണ്ടി വന്നു. അവരെ കുറച്ച് കൊല്ലം പോയിണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ നാട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. ഇവിടെ മഞ്ഞില്ലല്ലോ.
അവിടെ യൂറോപ്പിലെന്താ മഞ്ഞുണ്ട്. ആ മഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ആകെ മഞ്ഞെല്ലാം മാറ്റി. അവരിപ്പം മഞ്ഞുള്ള സമയത്തും ആ മെഷീനൊക്കെ ഉപയോഗിച്ച് മഞ്ഞ് മാറ്റിയിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കങ്ങനെ മഞ്ഞ് മാറ്റാനോ അല്ലെങ്കിൽ വെയിൽ മാറ്റാനോ മഴ മാറ്റാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവമില്ല. മഴയാണ് നമുക്കുള്ളത്. മഴക്കാലം വരുമ്പോൾ ചില സ്ഥലത്ത് മലവെള്ളം കയറുമെന്നല്ലാതെ വേറെ ഭൂരിപക്ഷ സ്ഥലത്തും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മഴയില്ലാതെ നമുക്ക് പറ്റില്ല. മഴ ഉണ്ടായാലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ട്. അതിനെ ഡെവലപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ചൈനക്കാരെ കണ്ടില്ല. ഈ ചൈനക്കാർ അധികം ആളുകൾ എല്ലാ സ്ഥലത്തും പോയി ജോലി, ഗൾഫിലൊന്നും ചൈനക്കാരില്ല. പിന്നെ ഈ ജപ്പാനിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ചൈനക്കാർ മിക്കവാറും ആ രാജ്യത്തെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളം പോലുള്ളൊരു സ്ഥലം നമുക്ക് ഐശ്വര്യമായിട്ട് കിട്ടിയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. കാരണം മാതാപിതാക്കൾ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കൾ ഈ മരണസമയം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ആ ഒരു നമ്മുടെ കൾച്ചറിനെ നമ്മൾ മാറ്റി, നമ്മുടെ ആ ഒരു പാരമ്പര്യം അത് മാറ്റിയിട്ട്, നമ്മുടെ സംസ്കാരം മാറ്റിയിട്ട് നമ്മൾ വിദേശ സംസ്കാരം എടുത്ത് തലയിൽ വയ്ക്കാൻ നോക്കുകയാണ് നമ്മൾ. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങനെ സ്കൂളുകളിൽ കണ്ടില്ല, ടൈ ഒക്കെ കെട്ടിയിട്ട് പോകണം. അത് മഞ്ഞ രാജ്യത്ത് പോകുന്ന പിള്ളേരുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ടൈ ഒക്കെ കെട്ടി സോക്സൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കൂളുകളിലും ഈ ഉഷ്ണ കാലഘട്ടത്തിലും ശീതോഷ്ണ കാലാവസ്ഥയാണ് നമുക്ക്. അപ്പം എന്നിട്ടും നമ്മളതുപോലെ അനുകരിച്ച് നടക്കുക. നമ്മൾ അനുകരണമാണ് ഭൂരിപക്ഷം. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ തനതായ ശൈലിയിൽ ഇപ്പോൾ വീട് പണിയുന്ന കാര്യം ഇപ്പോൾ പുതിയൊരു വാർത്ത വന്ന് കഴിഞ്ഞ ദിവസം വായിച്ചു. അതായത് അമേരിക്കയിലും ഒക്കെ മരം കൊണ്ടാണ് ഈ വീട് പണിയുന്നത്, തടി കൊണ്ടാണ് വീട് പണിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കത്ത് പിടിച്ചപ്പോൾ പെട്ടെന്ന് വീടുകളൊക്കെ കത്ത് പിടിച്ചു. അവിടെ നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇനി വീട് പണിയണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു എന്ന് പറയണത്. വാർത്തയിൽ വായിച്ചാണത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കോൺക്രീറ്റ് കൊണ്ടുള്ള പണിയണത്. ഇപ്പോൾ അവിടുത്തെ വീടുകളെ പറ്റി നമ്മൾ ഭയങ്കര ഇതാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അവിടുത്തെ വീട് മോശമായില്ലേ. അപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ നാട് ഒക്കെ ഏറ്റവും പ്രധാനം തന്നെയാണ്. നമുക്കെല്ലാവർക്കും കുറച്ചാളെയും പ്രായവും പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഇന്നത്തെ കാര്യം മാത്രം നോക്കരുത്, വരാൻ പോണ കാര്യങ്ങളിലും എങ്ങനെ തരണം ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കി നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും ഇവിടെ UK അവരുടെ വീട്ടിലെ സമാധാനമില്ല. അവർ തമ്മിൽ പോരാണ് അങ്ങോട്ട് ഇങ്ങോട്ടും. മക്കളത് കണ്ടിട്ട് അവർ പുറത്തു പോയി അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട്. അവർ ദിവസം അടിയാണ്, ശമ്പളമൊക്കെ ഉണ്ട്, സമാധാനമില്ല. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ശമ്പളമുണ്ട്, സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു സുഖം ഉണ്ടാവുക ജീവിതത്തിന്? വെറുതെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ പോലെ ജീവിക്കുന്നു, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ അങ്ങനെ ആയി തീരരുത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാകും ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ. ഏത് രാജ്യത്ത് പോകണോ അതിനെപ്പറ്റിയൊക്കെ. ഇപ്പോൾ കുറേ ആൾക്കാർ പറ്റിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ടീം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ, അവരൊരു 5-6 പേര് കൂടിയിട്ട് നെതർലൻഡിലേക്ക് 6 ലക്ഷം രൂപ കൊടുത്ത് അവരെന്തോ ജോലിക്ക് കൊണ്ടുപോയതാണ്. ആ പിള്ളേർക്ക് കറക്റ്റ് ശമ്പളമൊക്കെ ജോലി ചെയ്യാൻ ഒക്കെ അങ്ങനെ തട്ടിമുട്ടിയെ പോവാണ് അവർ. ഇപ്പോൾ അതിനകത്ത് ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇവിടെ ട്രെയിലർ ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. വിദേശത്തേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നമുക്കിവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല ആരെയും. അത് അവർ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പല ആൾക്കാർ തിരിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും അതിനെപ്പറ്റി പഠിച്ച് വേണം നമുക്ക് പോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഈ സന്ദേശം ഇതിൽ കൂടി പറയുന്നത്. അപ്പോൾ ശരിക്കും അതിനെപ്പറ്റി പഠിക്കുക. നമ്മളവിടെ ചെയ്യുന്ന എന്തായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ അവിടേക്ക് നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും പോയിട്ടുണ്ടാവും. നമ്മളവിടെ ചെന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഇണങ്ങുന്നതാണോ, നമുക്ക് മാനസികമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകും. അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടാണ് പഠനം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വീട് ഒക്കെ ലോൺ വെച്ചിട്ടിരിക്കുമല്ലോ പോകുന്നത് മിക്ക ആളുകളും. അപ്പോൾ ഇത് അവിടെ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് വലിയൊരു വിപത്താവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ
നമ്മുടെ ഉള്ള പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ മാതാപിതാക്കൾ നമ്മളടക്കം വഴിയാധാരമാവും. അപ്പോൾ അത് ശരിക്കും ചിന്തിക്കണം. നമ്മൾ അക്കരപ്പച്ച കണ്ട് ഓടരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം മുതലേ ആട് മാഞ്ചിയ മുതലുള്ള തട്ടിപ്പുകളിൽ നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ്. പറ്റിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണോ എന്ന് പറഞ്ഞാൽ മാതിരി ആവരുത് ഒരിക്കലും. നമുക്ക് എടുത്തുകാട്ടം മലയാളികൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്, അപ്പുറം ഒരുപാട് ആളുകൾ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക, മനസ്സിലാക്കുക, അതുപോലെ പ്രവർത്തിക്കുക.